നമസ്കാരം. ഞാനിന്നിവിടെ ഒരു വൈകുന്നേരത്തെ ഒരു സ്നാക്ക് ആട്ടോ, റവ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മളിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് റവ കേട്ടോ, വറുത്തതോ വറുക്കാത്തോ എന്ത് വേണമെങ്കിൽ ആവാം. ഞാൻ ഇവിടെ വറുക്കാത്ത റവയാണ്. ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്, അതിലേക്കിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു അരയിലും കൂടുതലുണ്ട് കേട്ടോ തൈര്. അത് ഞാൻ ഇതിലേക്ക് അതേ ഗ്ലാസ്സിന് തന്നെയാണ് കേട്ടോ, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിന് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറേശ്ശെയായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പം നമ്മുടെ റവ, തൈര്, ഉപ്പൊക്കെ കൂടിയിട്ട് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റവയൊക്കെ നന്നായി കുതിർന്ന് വന്നു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം ചേർക്കാം കേട്ടോ. നല്ലോണം അങ്ങനെ കട്ടി പാടില്ല, കുറച്ചൊക്കെ ലൂസ് വേണം. ഇനി നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. ഞാൻ ഇതിലേക്ക് 2 സവാള അരിഞ്ഞതാണ് കേട്ടോ അതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 3 പച്ചമുളക്. ഇനി നമുക്കിതൊക്കെ കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ചും കൂടി വെള്ളം ചേർക്കണം. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം കട്ടി ആയി കഴിഞ്ഞാൽ ഇത് നല്ലോണം മുറുക്കം പോലെയാവും. അപ്പോൾ ഒന്ന് നൈസായിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് എടുത്തിടാൻ പറ്റുന്ന പോലെ അതുപോലെ ആക്കണം. ഞാൻ അതിൽ ഉപ്പ് നോക്കട്ടെ. ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണ്ടേ. ഞാൻ നല്ല പുളിയുള്ള തൈര് എടുത്തോളൂ കേട്ടോ, അപ്പോൾ നല്ല ഇത് കിട്ടും. അപ്പോൾ നമ്മുടെ മിക്സിങ്ങൊക്കെ ശരിയായി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു കളറിന് കേട്ടോ, അത് നല്ലൊരു കളർ കിട്ടും. അതിന് വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒക്കെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതൊരു കളറിന് വേണ്ടി കേട്ടോ ഞാൻ ചേർക്കണത്, അല്ലെങ്കിൽ പച്ചമുളക് മതിയാവും. പിന്നെ കായത്തിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ കായത്തിൻ്റെ പൊടിയൊന്നും ഇല്ല. ഇനി ഇത് നമുക്കിനി വറക്കാൻ നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈ പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നന്നായി ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ അപ്പോൾ ഇതിങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായി പൊന്തി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിതായി വരട്ടെ. അപ്പോൾ ഇതായി വന്നിട്ട് നമുക്ക് ഇത് മറിച്ചിടാം കേട്ടോ. ഞാൻ ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളൊന്നും വേവില്ല. ആദ്യം ഞാൻ എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചു, പിന്നെ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചു. അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾവശമൊന്നും നമുക്ക് എന്താ പറയുക, വെന്ത് കിട്ടില്ല. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊക്കെ ഒന്ന് മറിച്ചിടാം. അങ്ങനെ ഇടയ്ക്ക് മറിച്ചിട്ടിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ അതായി വന്നിട്ടുണ്ട്. നമുക്കിത് വാങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റവ വെച്ചിട്ടുള്ള ഈ സ്നാക്ക് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് വളരെ ടേസ്റ്റ് ആട്ടോ. ഇതിനൊരു ചമ്മന്തി കൂടി വേണം, അതുകൊണ്ട് ഉണ്ടെങ്കിൽ അടിപൊളിയാണ്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.